ഹലോ, നമുക്ക് നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ? എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ. നമുക്ക് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് അത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിലോട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 2 ഓരോ സ്പൂൺ മതി. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 5 സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട്. നന്നായി മൂപ്പിക്കാം. പെട്ടെന്ന് മൂത്ത് കിട്ടാൻ നമുക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരട്ടെ. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളറായി നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി മൂത്ത് വരട്ടെ. ഇനി അതിലോട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 3ൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് കേട്ടോ മുളക് പൊടി. ഇനി അതിലോട്ട് ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വതക്കിയെടുക്കാം. നന്നായി മൂത്ത് വരട്ടെ. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ഗരം മസാല 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് മീറ്റ് മസാല ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി മൂക്കണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ബീഫ് വേവിച്ച് വെച്ചത്, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ ഒരു വിസിലും കൂടി വരുത്താം. ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി റെഡി.